ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. ലൈഫ് ടെക്കിൻ്റെ ഭാഗമായ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാമിൻ്റെ 1000ാമത്തെ ദിനം സെലിബ്രേഷൻ വേണ്ടിയിട്ട് ഞാൻ വേണാടിൽ കയറി യാത്ര ആരംഭിച്ചു. തൃശ്ശൂരിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കാഴ്ചകളൊന്നും ട്രെയിനിൽ ഞാൻ പകർന്നില്ല, കാരണം ലാഗ് ആവണ്ട പറഞ്ഞിട്ട്. കാരണം ഒരുപാട് ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ പാർട്ടിൽ തീരില്ല. കുറേ പേര് ചോദിച്ചു ഇതെന്താ വൈകിയ വീഡിയോ എന്ന്. കാരണം എനിക്ക് ഇന്നലെയും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതായത് ഈ വീഡിയോ വരുന്ന ഇതിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ കാസാമരിയ കുന്നുകളിലെ എത്തിയിരിക്കുകയാണ്. അതായത് കാസാമരിയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഗേറ്റ് വേ കടന്ന് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് കാഴ്ചയ്ക്ക് കുറച്ച് ഇതുണ്ട്. എൻ്റെ വീഡിയോ ക്യാമറയുടെ ക്വാളിറ്റി കുറവായത് കൊണ്ടാണ്. പക്ഷെ വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. 7:20 ഞാൻ അവിടെ എത്തുമ്പോൾ, അതായത് ഏറ്റുമാനൂർ എത്തി 6:30 ആകുമ്പോൾ എത്തി. അത് കഴിഞ്ഞ് ഞാനൊരു കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു ത്രൂ ബസ് കിട്ടി. അവിടെ നിന്ന് കാരിത്താസിൻ്റെ അവിടെ ഇറങ്ങി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസാമരിയ മാതാവിൻ്റെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ കുറച്ച് ദൂരം ഉണ്ട്. അതായത് ഗേറ്റ് വേ കഴിഞ്ഞാലും ഇതിവിടെ ഒരു താഴെ നമ്മുടെ ഹരിയേട്ടൻ്റെ ഈവനിങ് പാരഡൈസ് പോലെ, അതായത് ഞെരളത്ത് ഹരിഗോവിൻ്റെ ഈവനിങ് പാരഡൈസ് പോലെ ഒരു വില്ല, ഗേറ്റ് വില്ലാസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രാവിലെ ഇതിൻ്റെ കാഴ്ച കുറേ കൂടെ മനോഹരമായിരിക്കും. ഞാനത് മേലെ നമ്മുടെ റൂമിലെത്തിയതിന് ശേഷം മേലെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ ഏറ്റുമാനൂരപ്പനെ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് രാവിലത്തെ കാര്യം ഇവിടെ ഷൂട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഞാൻ വന്നില്ല, കാരണം ആരും ഉണ്ടായിരുന്നില്ല. റൂമിൽ ഞാൻ തനിച്ചായിരുന്നു. അധികം ആൾക്കാർ സ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. പഴയ ആൾക്കാർ കുറേ പേരും കുറവായിരുന്നു. രാത്രി വരുന്ന ആൾക്കാരെല്ലാം പകലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. എന്നാലും ഇങ്ങനെ ഈ കാണുന്ന സ്റ്റാച്ചുവിനെ ഞാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനത് തന്നെയും പിന്നെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഞാൻ കരുതി എല്ലാവരും എത്തിയിട്ടുണ്ടാവും, ഞാനാണ് എത്താൻ വൈകിയത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ്. കണ്ടോ, അവിടെ ആ മനോഹരമായ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം റബ്ബർ കാടുകളാണ്. ഇപ്പുറത്ത് നേരെ ഈ കാസാമരിയ എന്ന് പറഞ്ഞ വില്ലേജാണ്. അതായത് ഒരു ഗ്രാമം, ഗേറ്റ് വേ ഗ്രാമമാണ്. ഓക്കെ, ഞാൻ നേരെ ആ ചേട്ടനെ കയറി ചെന്ന് ഓട്ടോ ചേട്ടന് പൈസയൊക്കെ കൊടുത്ത് റൂമിലെത്തിയിട്ട് റൂമിൽ നിന്ന് താഴേക്ക് എടുക്കുന്ന ഈ വ്യൂ ആണ്. അത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്റ്റാച്ചുവിൻ്റെ ഇതാണ്. അപ്പോൾ റൂമിൻ്റെ വഴി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചയായിരുന്നു. മൊബൈൽ ക്യാമറയുടെ പരിമിതി കൊണ്ട് ഈ ഒരു ലെവലിലേ കാണുന്നുള്ളൂ. ഇനി നല്ലൊരു മൊബൈലൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഒരു ക്യാമറയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഇനിയും കൂടുതൽ ക്ലാരിറ്റി ആവും. അന്നും ലൈഫ് ടെക്കിൻ്റെ പ്രോഗ്രാമിന് ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് പകർത്താതിരിക്കാൻ സാധിച്ചില്ല. അത് നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. 29 നമ്പർ റൂമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ റൂം. 3 ബെഡാണ് ഉണ്ടാവുക ആക്ച്വലി. പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടോ എന്നറിയില്ല. ഞാനിപ്പോൾ കർത്താവിനെ ഇപ്പോൾ ഉണ്ണിക്കണ്ണനെ വിളിക്കുകയുള്ളൂ. ആരായാലും കൃഷിയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെ പറയുള്ളൂ. കർത്താവ് അവിടെ ഉണ്ട്. ഈ ബെഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ 2 ബെഡ്, ഒരു ടേബിള്, വാട്ടർ ബിന്ന്. ഇത് അവിടുത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ എഴുതിയൊരു ഇത്. അവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പുറത്ത് നമ്മുടെ തുളസി മാമ ഉണ്ടായിരുന്നു. തുളസി മാമൊക്കെ എത്താൻ വൈകി. ഞാൻ തനിയെ ആയിരുന്നു അവിടെ. അതുകൊണ്ട് എൻ്റെ കുറേ വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. രാത്രി ചെയ്യേണ്ട കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഉണ്ടാവുമെന്ന് വെച്ച പ്രോഗ്രാം, അതെല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര ആവേശത്തിൻ്റെ പ്രോഗ്രാമായിരിക്കും. പക്ഷേ ആരും ഇല്ലായിരുന്നു. അങ്ങനെ സുപ്രഭാതം പൊട്ടി വിടർന്നു. രാവിലെ 6 മണിക്ക് ശേഷം കാണുന്ന വ്യൂ ആണിത് കാണുന്നത്. നമ്മൾ ഇന്നലെ കണ്ട ആ വില്ലാസ്, ഗേറ്റ് വേ വില്ലാസിൻ്റെ ഒരു പോർഷനാണത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഏറ്റവും മനോഹരമായൊരു സ്ഥലം, ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലം. നമ്മൾ
പിക്ചറിലൊക്കെ കാണുന്നത് പോലുള്ള വില്ലാസ്, നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ കാണാറില്ല ഇങ്ങനത്തെ വില്ലാസ്, അതേപോലത്തെ വില്ലാസാണ് അവിടെ കാണുന്നത്. ഞാനിതിൻ്റെ പ്രകൃതിയുടെ സൗണ്ട്, അതായത് ചീവിടികളുടെ ശബ്ദം ഇതിനകത്തുണ്ട്, അത് ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് കേൾക്കും. അത് മ്യൂട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഏറ്റുമാനൂരിൻ്റെ ഒരു ഏകദേശം വ്യൂ പോയിൻ്റ് ഈ കാസാമരയുടെ ഞങ്ങളുടെ ഇതിൻ്റെ മേലെ വന്ന് നോക്കിയാൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, മുമ്പും ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അത് എഡിറ്റ് ചെയ്തിടാനൊന്നും സാധിച്ചില്ല. പക്ഷെ അത് അന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഞാനത് ജസ്റ്റ് FBയിൽ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ വീഡിയോ എടുത്ത്, ചാനലൊക്കെ അന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ ചാനൽ. പക്ഷെ അന്നൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റി, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. എൻ്റെ സാഹചര്യങ്ങൾ അറിയുന്നവർക്കറിയാം. ഇപ്പോൾ അത് കണ്ടപ്പോൾ വീണ്ടും ഒന്നുകൂടെ റീഷൂട്ട് ചെയ്തു. എല്ലാവരും എണീക്കുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും വന്നു. സ്പോട്ട് രജിസ്ട്രേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന ആളുകളെല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോരുത്തരെയും കാണിക്കുമ്പോൾ അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ പറയാം. അതാ അവിടെ നിൽക്കുന്ന തുളസി മാമും സബരി സാറ്, സലീന മാമാണ് എന്നെ വീട്ടിൽ താമസിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പുതിയ ബാച്ചിലുള്ള ആളുകൾ എനിക്കറിയില്ല. അപ്പം നമ്മുടെ ഇതാണ് സംഭവം. ലേൺ ടുഗദർ, ഗ്രോ ടുഗദർ, സെലിബ്രേറ്റ് ടുഗദർ എന്നാണ് നമ്മുടെ മോട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഹാളിലേക്ക് എത്തുന്നു, സന്തോഷം പങ്കിടുന്നു, സ്നാക്സ് കൊണ്ടുവന്നതൊക്കെ ഷെയർ ചെയ്യുന്നു. ഗ്രീഷ്മ ടീച്ചറുണ്ട്, പിന്നെ ചിന്തകൾ ആടുന്ന ചിന്തുകൾ മാറ്റത്തിൻ ശംഖൊയിൽ മുഴങ്ങട്ടെ നിത്യവും. നല്ല മാറ്റത്തിൻ ശംഖൊയിൽ മുഴങ്ങട്ടെ നിത്യവും. വിടരുന്ന പുഞ്ചിരി ഉയരുന്ന മന്ത്രണം സുന്ദരമീ ജീവിതം. എത്ര സുന്ദരമീ ജീവിതം. സുരേഷ് കുമാർ എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടെക് ഫാമിലിയുടെ ഒരു പുനഃസമാഗമമാണ് ഇവിടെ സംജാതമായി. ഈ സമാഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് ഇതിൽ അർപ്പിതമായത്. ഇന്ന് നമുക്ക് ഏറ്റവും ഗുരുക്കന്മാരുടെ ഗുരുവായിട്ടുള്ള നമ്മുടെ തോമസ് അബ്രഹാം സാറാണ് നമുക്കിന്ന് ഇവിടെ നമുക്കിന്ന് ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്തു. സാറിനെ ഏറ്റവും ആദരപൂർവ്വം ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സാധാരണ വേദിയിലും സദസ്സിലും നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങാറുള്ളത്. വേദിയിലില്ല, സദസ്സുമില്ല, എല്ലാവരും വട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും ഒന്നുകൂടി ആത്മാർത്ഥമായി ലൈഫ് ടെക്കിന്റെ ഈ സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ചുരുങ്ങിയ വാക്കുകളിൽ ആശംസിച്ച് ഞങ്ങളുടെ കത്തുവയ്ക്കുന്നത് നിർവഹിച്ചുകൊള്ളാം. ലൈഫ് ടെക്, ലേൺ ടുഗദർ, ഗ്രോ ടുഗദർ, സെലിബ്രേറ്റ് ടുഗദർ. ഇതിന്റെ ചുണ്ടിലെ മിഷണറി എല്ലാവർക്കും ഒന്ന് കൈയടിച്ച് അഭിനന്ദിക്കാം. അതായത് ലൈഫ് ടെക്കിന്റെ 1000 ഡേ സെലിബ്രേഷൻ ഇവിടെ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പൊസിഷനായിരുന്നു. ഉദ്ഘാടനം കിട്ടണമെന്ന് ഒരുപാട് ആളുകളുടെ മുഖത്ത് ആ ഒരു ആഗ്രഹം കാണാൻ പറ്റിയിരുന്നു. ഞാനതെനിക്ക് കിട്ടരുതേ എന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം അത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളിലേക്ക് അത് എത്തണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ആ അതിയായ ആഗ്രഹം എന്നിലേക്ക് തന്നെ, അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് എനിക്ക് തന്നെ അത് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ വലിയൊരു ഭാഗ്യമായി കണ്ണൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് 8 മണിക്കൂർ യാത്ര ചെയ്ത് ഇത്രയും വലിയൊരു പരിപാടി ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ വ്യക്തിത്വം മുന്നിലിരുന്നു കൊണ്ട് ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഒരു പരിപാടി ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളെല്ലാം കൂടിയിട്ടുള്ളത് നമുക്കുണ്ടെങ്കിൽ ലൈഫ് ടെക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈഫ് എക്സ്പോസ് എന്നുള്ള പ്രോഗ്രാം, അതായത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. ഞാനാണെങ്കിൽ പക്ഷേ 5 മണിക്ക് എഴുന്നേൽക്കുക, 6 മണി വരെ കൊണ്ടുവന്ന വലിയൊരു ദൗത്യം നിർമ്മിച്ചതിന്റെ പേരിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തുകൂടി എല്ലാവർക്കും, കാരണം ഒരു പരിപാടി എപ്പോഴും കളർഫുള്ളാണെങ്കിൽ പരിപാടിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ അവർ പങ്കെടുക്കുന്നതിനനുസരിച്ചായിരിക്കും. അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതെന്റെ ഒരു ശീലമാണ്. എവിടെ പോയാലും ബസ്സിലാണെങ്കിലും. കാരണം എവിടെയും എന്തെങ്കിലും പഠിക്കാനുണ്ടാവുമല്ലോ. ഇന്നത്തെ സെഷന് ഞാൻ ഈ സമയം നേരത്തെ തന്നെ വരാൻ ആഗ്രഹിച്ച കാരണം അഭിലാഷ് എന്നോട് പറഞ്ഞു, ഉദ്ഘാടന സമ്മേളനത്തിന് പ്രത്യേകതയുണ്ട്, ലോട്ടിട്ടാണ് ഓരോരുത്തരും തീരുമാനിക്കുന്നത്. ഇത്രയും പ്രായമാർക്കൊരു പദവിയുണ്ടല്ലോ, അന്നു, അനസ്, എത്ര നല്ല ഭാഷ, ഒരുമാതിരി കടഞ്ഞെടുത്ത വാക്കുകളിലൂടെയാണ് ആദ്യാവസാനം നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എന്തോ ഒരു മിതത്വം അല്ലേ. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം, മൈക്ക് കിട്ടിയാൽ പിന്നെ എങ്ങനെ അത് തിരിച്ചു വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഓരോരുത്തരും ആ മിതത്വം പാലിച്ചു എന്നുള്ളതാണ്. പിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, 1000 ദിവസം 4:45 ഉണർന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. പല പ്രാവശ്യം ശ്രമിച്ച് പിന്നെ കുറെ യാത്രയും എന്തെങ്കിലുമൊക്കെ കണ്ട് ഉള്ള വൈകി ഉറങ്ങാൻ പോകുന്നതുകൊണ്ടും ഒക്കെ നടന്നിട്ടില്ലാത്ത ഒരു സ്വപ്നമാണത്. പിന്നെ ഒരു കാര്യം, ഞാനതിൽ 100 തീപ്പരിച്ചിട്ടുകൾ എന്നുള്ള പുസ്തകത്തില് ഒരു ചാപ്റ്റർ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വാക്കുകളെ പറ്റിയാണ്. അതൊന്ന് എൻത്യൂസ് എന്ന വാക്കാണ്. എൻത്യൂസിയാസത്തിന്റെ വേർബാണ് എൻത്യൂസ്. എൻത്യൂസ് വരുന്നത് ഒരു ലാറ്റിൻ ഒറിജിനിൽ നിന്നാണ്. എൻ തെയോസ് എന്നാണ്. തെയോസ് എന്ന് പറഞ്ഞാൽ തിയോളജി ഒക്കെ വരുന്ന ദൈവം എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പം എൻഫ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ തെയോസ് എന്നാണ്. അതിന്റെ അർത്ഥം ടു ഫീൽ വിത്ത് ഗോഡ് എന്നാണ്. ദൈവികത്വം കൊണ്ട് നിറയ്ക്കുക എന്നാണ് എൻഫ്യൂസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുപോലെ മനോഹരമാണ് എന്റെ 2ാമത്തെ ഇഷ്ടവാക്ക് ഇൻസ്പയർ. ഇൻസ്പയർ എന്നുള്ള വാക്കും ലാറ്റിൻ ഒറിജിനാണ്. ഇൻസ്പിരാരെ എന്നാണ് ഇതിന്റെ ഒറിജിൻ. സ്പിരാരെ എന്ന് പറഞ്ഞാൽ ടു ബ്രീത്ത് ലൈഫ് ഇൻ ടു എന്നാണ്. ജീവൻ അല്ലെങ്കിൽ പ്രാണൻ ഊതി പ്രവേശിപ്പിക്കുക എന്നാണ് ഇൻസ്പിരാരെ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ബൈബിളിലും ഖുറാനിലും ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതിനെ പറ്റി പ്രതീകാത്മകമായ ഒരു വിവരണമുണ്ട്. മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ജീവൻ ഊതി പ്രവേശിപ്പിച്ചു എന്നാണ്. സോ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മനുഷ്യര് ഈ പ്രാണൻ അല്ലെങ്കിൽ ജീവചൈതന്യം ഊതി പ്രവേശിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇൻസ്പയറിംഗ് പീപ്പിൾ. ഞാൻ ഓർക്കാറുണ്ട്, ചാർത്തി ഉറങ്ങും തീരം
ജോസഫ് സ്നേഹം ഒഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് നേരത്തെ സാർ നദി സാർ എനിക്ക് അറിയാം. പിന്നെ നിങ്ങൾ അതുപോലെ അറിയിക്കുമ്പോൾ അപ്പം എനിക്ക് നടപ്പ് വേറെ കാരണം ഇവരോടൊപ്പം ഞാൻ ഉന്നയിക്കാറ് ഇത് ഓമിച്ച് ടീച്ചറിന്റെ പ്രാർത്ഥനയോടുകൂടി അതും ഏകദേശം കാണുമ്പോഴാണ് വർഷങ്ങളായിട്ട്. പിന്നെ വളരെ നല്ലൊരു സന്തോഷം. ഇതിപ്പോൾ ഈ ദിവസം വെളുത്തുള്ള ഒരു അമ്പലത്തിൽ വഴിപാടുണ്ട് കുടുംബം ക്ഷേത്രത്തിൽ. അപ്പം അമ്മയോട് പോകുന്ന ശീലവും എനിക്ക് ഇന്നേക്കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു പോകുന്നത്. അതാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത് ഇന്ന് പോകണല്ലോ എന്ന് കുറച്ച് കഴിയപ്പെടാൻ ഓർത്തത്. അല്ലെങ്കിൽ ഞാൻ ഉച്ചവരെ ഇങ്ങോട്ട് പോകാനിരിക്കുന്നത്. അപ്പം എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയില്ല. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തില്ല. കാരണം ക്ലാസ് ആയ കാരണം അത് കാരണം പോകാം. കാരണം അമ്മയെ താങ്ക് യു. മാത്യു സാറ് ഓപ്പൺ ചെയ്ത് തോമസ് എബ്രഹാം സാറിനെ കൊടുത്ത് എന്റെ പ്രകാശനം അത് നിർവഹിക്കാം. ഐതിഹ്യത്തിന്റെ ആയിരാത്മക പ്രദർശന ഭാഗങ്ങളാണ് ഈ മാഗസിൻ. 2 മാഗസിന് ഡിജിറ്റൽ ഫോർമാറ്റിൽ സാർ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ഡെസ്പായിരുന്നു. സാർ അന്നാരാണ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ നമ്മുടെ പറഞ്ഞാൽ ഞാനൊരു 3 ആഴ്ചയായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ കുടഞ്ഞ് എഴുന്നേറ്റത്. എന്നാലാണ് ഞാൻ ഓർത്തത്, സാറ് ഈ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ നമ്മൾ ആരും 1000 ദിവസം കണ്ണു തുറന്നിട്ടില്ല ഈ 4:30 മണി സമയത്ത്. ഈ ഒരൊറ്റ മനുഷ്യനാണ് കണ്ണു തുറന്നത് നമുക്ക് വേണ്ടി അത് തുറക്കാൻ, അത് ഓപ്പൺ ചെയ്ത് തരാനായിട്ട്. അപ്പൊ സാർ അതുപോലെ നമുക്കെല്ലാം സർട്ടിഫിക്കറ്റ് ചെയ്ത എല്ലാ പ്രവർത്തിക്കും ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം സാറ് റെഡിയാക്കുന്നത്. സാറിന് പ്രത്യേകിച്ച് എന്താ ചെയ്യുന്നത്, ഞാൻ അന്ന് വൈകുന്നേരം 3 മണിക്കൂർ കൊണ്ടിട്ട് വരച്ചതാണ്. അതിന്റെ കൂടെ the sparkle in your eyes and the pictures around it shows how much you smile to make our life beautiful. May this smile last forever, sir. Thank you. സെഷനിങ്ങനെ കേട്ട് ഞാനിങ്ങനെ നോട്ട്സ് ഇങ്ങനെ എഴുതിക്കൊണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാർ 5 മിനിറ്റ് സംസാരിക്കണം. ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഒരു ദുരവസ്ഥയുണ്ട്. ഞാൻ ഇങ്ങനെ പോകാറുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കാം, വെറുതെ കാഴ്ച കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാൻ കേട്ടുകൊണ്ടായിരിക്കും ടിക്കറ്റ് എടുത്തിട്ട് കണ്ടക്ടർ പറയാം ബാക്കി ഇന്നത്തെയാണ് പറയാൻ. അതോടെ അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ നിന്നും അവരുടെ പരിപാടിയെല്ലാം തുടങ്ങും. ഈ പറഞ്ഞ അവസ്ഥയാണ്. മര്യാദയ്ക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതായിരുന്നു. അന്നേരമാണ് 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചിട്ട് പോവുകയും ചെയ്തു. ഇന്നലെ പറഞ്ഞപ്പം എപ്പോഴും ഓപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ സാറ് പറഞ്ഞ അന്നേരമൊക്കെ വന്നു പോയ കുറച്ച് കാര്യങ്ങളിൽ സാറ് പറഞ്ഞ ഒരു വേർഡ്, തോമസ് സാറ് പറഞ്ഞ ഒരു വേർഡ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് ഒരു ഹോപ്പിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് തോന്നി. ഇന്നത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ്. തോമസ് സാർ ഒരു വാക്ക് പറഞ്ഞാണ്, നല്ലൊരു വാക്ക് പറയുന്നത്, സിങ്കിങ് ടൈം. ഒരു കല്ല് ജലാശയത്തിലേക്ക് ഇങ്ങനെ വീഴാൻ നടക്കുന്ന ഒരു സമയമുണ്ട്. കർണാടകത്തിൽ വേറെ ഫൈൻഡിങ് ടൈം നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും നോക്കിയത് ആ ഫൈൻഡിങ് ടൈം എന്തായി എന്നുള്ളതാണ്. ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരു കമ്പ് നാട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചുമല JCB ഒരു മണ്ണ് മൂടിങ്ങനെ നിൽപ്പുണ്ട്. അവസാനത്തെ റഡാർ വന്നിരിക്കുന്നത് അവിടെയാണെന്ന് കരുതി എന്തോ ലോകത്തേട് കിട്ടിയിരിക്കുന്നത് അവിടെയാകും എന്ന് പ്രതീക്ഷിച്ച് ഒരു ഫൈൻഡിങ് ടൈമിലേക്ക് ഒരു JCB കുറെ ആൾക്കാരെ ഇങ്ങനെ അർജുന് വേണ്ടിയിരിക്കുന്ന ഭംഗിയായിരുന്നു. ഒരുപക്ഷെ മലയാളികളുടെ ഉള്ളിൽ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് എന്താണോ അത് നന്നായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതിന്റെ റിസൾട്ട് എന്തായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്ന വാക്കും ഹോപ്പും പ്രതീക്ഷ. ആ വാക്കില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എല്ലാവരും ആ ഒരു വാക്കിന്റെ കച്ചത്തുറപ്പിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നു.
പ്രതീക്ഷ നമ്മൾ മരണത്തെ പോലും മാനേജ് ചെയ്യുന്നത് അങ്ങനെ ഒന്നെങ്കിൽ പ്രജന്മം ഉണ്ടാവും. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു.